ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹൈവേ സിംഗിൾ ട്യൂബ് ടണലായ അടൽ ടണലിലെ കാഴ്ചകളും അതുപോലെ സോളം വില്ലേജിലെ റൈഡിലെ എക്സ്പീരിയൻസും എല്ലാമാണ് ഈ വ്ളോഗിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഹിമാചൽ പ്രദേശിലെ നാഷണൽ ഹൈവേ 3-ൽ ഹിമാലയത്തിന്റെ കിഴക്കൻ പഞ്ചൽ ശ്രേണിയിൽ രോഹ്താങ് ചുരത്തിന് കീഴിൽ നിർമ്മിച്ച ഒരു ഹൈവേ ടണലാണ് അടൽ ടണൽ. 10,040 അടി ഉയരത്തിലായിട്ടാണ് അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹൈവേ സിംഗിൾ ട്യൂബ് ടണലാണിത്. വളരെ പ്രശസ്തമായിട്ടുള്ള ടണലാണ് അടൽ ടണൽ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ എല്ലാവരും ഈ അടൽ ടണലിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് പതിവ് കാഴ്ചയാണ്. അടൽ ടണലിന്റെ പ്രദേശത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള മലനിരകളും താഴെയായിട്ട് ഒഴുകുന്ന ചെറിയൊരു പുഴയും ഈ കാഴ്ചകളെല്ലാം ടൂറിസ്റ്റുകളുടെ ഇഷ്ട സ്ഥലങ്ങളിൽ ഒന്നാക്കി ഈ പ്രദേശത്തെ മാറ്റുന്നു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരാണ് ഈ തുരങ്കത്തിന് നൽകിയിരിക്കുന്നത്. 9.02 കിലോമീറ്ററാണ് തുരങ്കത്തിന്റെ നീളം. 2020 ഒക്ടോബർ 3-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അടൽ ടണൽ ഉദ്ഘാടനം ചെയ്തത്. ഈ തുരങ്കം മണാലിയെയും ലേയും തമ്മിലുള്ള ദൂരം 46 കിലോമീറ്ററും യാത്രാ സമയം 4 മുതൽ 5 മണിക്കൂറുമായി കുറയ്ക്കുന്നു. സെമി ട്രാൻസ്വേഴ്സ് വെന്റിലേഷൻ, ഫയർ ഫൈറ്റിംഗ്, ഇലുമിനേഷൻ, മോണിറ്ററിംഗ് സിസ്റ്റംസ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളാണ് ഈ തുരങ്കത്തിനകത്തുള്ളത്. അടൽ ടണൽ ലഡാക്കിലേക്ക് എല്ലാ വർഷവും കണക്ടിവിറ്റി നൽകുന്നു. കൂടാതെ ലേ മണാലി ഹൈവേയെ എല്ലാ കാലാവസ്ഥയും അനുയോജ്യമാക്കിയ ഒരു പാതയാക്കി മാറ്റുന്നതിൽ ഈ ടണൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സോലങ് വില്ലേജ്. അങ്ങനെ നമ്മൾ അടൽ ടണലിലെ കാഴ്ചകൾ കണ്ട ശേഷം സോലങ് വില്ലേജിലെത്തി. ഇവിടെ ഒരുപാട് റൈഡുകൾ ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇവയിലെല്ലാം കയറാവുന്നതാണ്. ഞാൻ സിപ്പ് ലൈനിൽ കയറുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തു. 500 രൂപയാണ് റേറ്റ്. ഈ കൗണ്ടർ 9 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് നമ്മൾ സിപ്പ് ലൈനിലൂടെ പോകേണ്ടത്. നമ്മൾ പോകുന്നതിന് മുന്നേ പോകുന്നവരാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാനിപ്പോൾ സിപ്പ് ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴയുടെ മുകളിൽ കൂടെയാണ് പോകുന്നത്. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഈ പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി അവർ കോപ്രോ ക്യാമറ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തരും. അത് വേണമെങ്കിൽ നമ്മൾ 500 രൂപയും കൂടി എക്സ്ട്രാ കൊടുക്കണം. ഞാൻ അവരുടെ നിന്ന് ക്യാമറ മേടിച്ചില്ല, പകരം എൻ്റെ സ്വന്തം ക്യാമറ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ സിപ്പ് ലൈനിലൂടെ ഇപ്പുറത്ത് എത്തി. അവിടെ നിന്നിട്ടുള്ള ആ കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന വള്ളിയിലൂടെയാണ് നമ്മൾ തൂങ്ങി ഇവിടെ താഴത്ത് എത്തിയത്. ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ച് കുറച്ചധികം മുകളിലേക്ക് പോകാനുണ്ട്. നടന്ന് ഈ സ്റ്റെപ്പൊക്കെ നടന്ന് മുകളിലേക്ക് കയറണം. അപ്പൊ അതേ കണ്ടില്ലേ, ആ കാണുന്ന അത്രയും ദൂരം മുകളിലേക്ക് നമ്മൾ നടന്ന് കയറണം. അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടുന്ന് ഒരു സിപ്പ് ലൈൻ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നമ്മൾ തൂങ്ങി എവിടെ നിന്നാണോ യാത്ര തുടങ്ങുന്നത് അവിടേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താൻ സാധിക്കും. അങ്ങനെ തിരിച്ച് പോകുന്നതിന് വേണ്ടി വള്ളിയിലെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സിപ്പ് ലൈനിൽ വീണ്ടും ഞാൻ യാത്ര തുടങ്ങി. ഇത്തവണ കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി. കാരണം അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് കയ്യിൽ ക്യാമറ പിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ രണ്ടാമത് തിരിച്ച് നമ്മൾ സിപ്പ് ലൈനിൽ തുടങ്ങിയില്ലേ, ആ തുടങ്ങിയോടത്തേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസാണ്. കാരണം ഇത്ര ഉയരത്തിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ആ പുഴയിലെ കാഴ്ചകളും മലയിലെ കാഴ്ചകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് റൈഡുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ യാത്രയിൽ ഇങ്ങനെ കാണാൻ പറ്റും. ശരിക്കും ഇവിടേക്ക് വരുമ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. ഇവിടെ നമുക്ക് ഓരോ റൈഡുകളായിട്ട് കാശ് കൊടുത്ത് കയറാൻ പറ്റും. വേണമെങ്കിൽ ഒരു പാക്കേജ് പോലെ എല്ലാ റൈഡുകളും കൂടി ഒരുമിച്ച് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റും. അപ്പോൾ ടിക്കറ്റ് റേറ്റ് കുറയുന്നതായിരിക്കും. ആ പെൺകുട്ടി കയറിയ സെയിം റൈഡിൽ തന്നെ അവരുടെ കൂടെ ഉണ്ടായ ബാച്ചിലുണ്ടായ അടുത്തൊരാൾ കയറുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ 2 സൈഡിലായിട്ട് ആ കയറ് അലാസ്റ്റിക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുമ്മേ ഒരാളെ ഫുള്ളായിട്ട് ബെൽറ്റ് ഇട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ആ ബാക്കിൽ നിൽക്കുന്ന ആളെ വള്ളി വലിക്കുന്നതോടുകൂടി അത് റിലീസാവുകയും ആ അലാസ്റ്റികതയുടെ ഇതിൽ ആള് നല്ല ഉയരത്തിലും താഴേക്ക് ഇങ്ങനെ ഭയങ്കര വേഗത്തിൽ പൊങ്ങിയും താഴേക്ക് ചെയ്യും. അപ്പോൾ
കുറെ ആളുകൾക്ക് അത് പേടിക്കാവും, പക്ഷെ ഇദ്ദേഹത്തിന് വലിയ പേടിയൊന്നും ഞാൻ കണ്ടില്ല. ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്താണ് ആ റൈഡ് എക്സ്പീരിയൻസ് ചെയ്തത്. ആള് ഭയങ്കര കൂളായിട്ട് അതിങ്ങനെ പയ്യെ പയ്യെ താന്ന് മതി ആള് ഇങ്ങനെ ലാൻഡ് ചെയ്തു. ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പക്ഷെ നമുക്ക് കണ്ടു നിൽക്കുമ്പോഴും ആ ഒരു ഫീൽ ഉണ്ട്. ഇപ്പൊ ഞാനത് കഴിഞ്ഞ ആ റൈഡിൽ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ഭയങ്കര രസമുള്ള റൈഡാണ്. നമ്മളിപ്പോ ഒരു ഇരുമ്പ് പാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്തരം പാലങ്ങൾ സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോകുന്ന വഴിയിലായിട്ട് കണ്ട ഒരു ഹോട്ടലിൽ നിർത്തിയതാണ്. ചെറിയൊരു ഹോട്ടലാണ്, ഒരു തട്ടുകട മോഡലുള്ള ഹോട്ടലാണ്. പക്ഷെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഇത്തരം ഹോട്ടലുകളെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ ചെന്നിട്ട് ന്യൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത്. ഈ ഒരു പ്ലേറ്റ് ന്യൂഡിൽസിന്റെ വില എന്ന് പറയുന്നത് 150 രൂപയാണ്. അങ്ങനെ ന്യൂഡിൽസ് ഒക്കെ കഴിച്ച് പുറത്തിറങ്ങി അവിടെ കുറച്ചു നേരം ഇരുന്നു. അവിടെ നല്ല കാറ്റാണ്. നമ്മൾ ആ കസേരയും ഇരുന്ന് കുറച്ചു നേരം മലയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. തിരിച്ച് മണാലിയിൽ എത്തിയപ്പോൾ അന്ന് രാത്രി കണ്ട ഒരു കാഴ്ചയാണ്. അവരുടെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു ആചാരമാണെന്ന് തോന്നുന്നു. അവരിങ്ങനെ ഒരു നമ്മുടെ ഇവിടെയൊക്കെ ഉത്സവത്തിനോട് സമാനമായിട്ടുള്ള രീതിയിൽ കുറെ ആളുകൾ കൂടി അവരുടെ ഒരു പ്രതിഷ്ഠയും കൊണ്ട് റോഡിന്റെ സൈഡിലൂടെ പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണാലിയിൽ രാത്രി ഏകദേശം ഒരു 8:30 ആയി കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ നിന്നപ്പോൾ കണ്ടൊരു കൗതുകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കുറെ ആടുകൾ, ചെമ്പരയാടുകളാണ്. ഒരുപാട് ആടുകൾ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ വരുന്നു. ആദ്യം ഈ ആടുകളുടെ മുന്നിലായിട്ട് പട്ടികൾ വരുന്നത് കണ്ടായിരുന്നു. അതിന്റെ പുറകെയായിട്ടാണ് ഈ ആടുകൾ ഇങ്ങനെ വരുന്നത്. കുറെ മാട്ടിടയന്മാരുണ്ട്. പക്ഷെ റോഡൊക്കെ സമയത്ത് ബ്ലോക്ക് ആവുന്നുണ്ട്. പക്ഷെ ഈ ആടുകൾ അധികം റോഡിലേക്ക് കയറാതെ വളരെ സൈഡിലൂടെ വളരെ കൃത്യമായിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ കാണുന്ന സ്ഥിരം കാഴ്ചകളിൽ ഒന്നാണെന്നാണ്. നമുക്ക് ഇതൊരു പുതിയ കാഴ്ച അനുഭവമാണ്. ഇവർക്ക് കൃത്യമായിട്ട് പോകേണ്ട വഴി അറിയാം, ഏതിലൂടെയാണ് പോകേണ്ടതെന്ന് അറിയാം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ആടുകൾക്ക് അറിയാം. ഈ ആടുകളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് വരി വരിയായിട്ട് പോകുന്ന കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കുറെ നേരം ഈ ആടുകൾ ഈ റോട്ടിലൂടെ പോയി തീരുന്നത് വരെ ഇതിങ്ങനെ നോക്കി നിന്നു. കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അടൽ ടണലിലെയും സോളൻ വില്ലേജിലെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വ്ലോഗിൽ കാണും വരേക്കും സൈനിങ് ഓഫ് ഹാപ്പി വേൾഡ് വ്ലോഗ്സ്. താങ്ക് യു.